ഇനി പോകുന്നത് റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ശബരിമല പടിപൂജ ബുക്കിംഗിലും വ്യാപക ക്രമക്കേട്. പടിപൂജ വ്യാജ മേൽവിലാസങ്ങളിൽ ബുക്ക് ചെയ്ത ശേഷം മറിച്ചു വിൽക്കുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തൽ. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കടുത്ത നടപടിക്കാണ് ഹൈക്കോടതി നീക്കം. കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് രേഖകൾ പിടിച്ചെടുത്തു. 2045 വരെയുള്ള ബുക്കിംഗ് വിവരങ്ങളും ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരിക്കുകയാണ്. രേഖകൾ ഹൈക്കോടതിക്ക് കൈമാറും. ശ്യാം ദേവരാജും ഹരിമോഹനുമാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ്, പടിപൂജ എന്ന് പറയുന്നത് ശബരിമലയിലെ ഏറ്റവും വിശേഷാൽ പൂജകളിൽ ഒന്നാണ്. അതിൽ ബുക്കിംഗ് തന്നെ പലപ്പോഴും കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏത് രീതിയിലാണ് തട്ടിപ്പ് നടന്നത്? ഈ വ്യാജ മേൽവിലാസങ്ങൾ ബുക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണോ ഇത് മറിച്ചു വിൽക്കുന്നത്? അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് കൂടി ശബരിമല വേദിയായിരിക്കുകയാണോ? വിനിത വേണു, വെരി ഗുഡ് ഈവനിങ്. അങ്ങനെ തന്നെയാണ്. മറ്റൊരു തട്ടിപ്പാണ് ശബരിമലയിൽ പടിപൂജയുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നതെന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ഇത് 18ാം പടി പുഷ്പാഭിഷേകത്തിന് ശേഷമാണ് മാസപൂജ സമയത്ത് 5 ദിവസവും മറ്റു ദിവസങ്ങളിലും ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ നടത്തുന്നത്. ഇത് തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പടിപൂജ നടത്തുന്നത്. മേൽശാന്തിയുടെ സാന്നിധ്യത്തിലുമാണ്. ഈ പടിപൂജയിലാണ് 2045 വരെ ബുക്കിംഗ് ഉണ്ട്. ഇതിലാണ് വലിയ ക്രമക്കേടുണ്ട് എന്ന് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതി അറിയിച്ചത്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഈ രേഖകൾ പിടിച്ചെടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് കടുത്ത നടപടികൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വീകരിക്കുന്നത്. പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള നിർദ്ദേശം നൽകിയത്. മാർച്ച് 4-ന് ഈ രേഖകൾ സീൽ വെച്ച കവറിൽ, മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശവും കൂടി നൽകിയിട്ടുമുണ്ട്. പടിപൂജ ബുക്ക് ചെയ്തത് വ്യാജ മേൽവിലാസങ്ങളിലാണ് എന്നാണ് ചീഫ് വിജിലൻസ് ഓഫീസറുടെ കണ്ടെത്തൽ. ക്രമക്കേട് കണ്ടെത്തിയത് ചീഫ് വിജിലൻസ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിലുമാണ്. പടിപൂജയുടെ ബുക്കിംഗ് മറിച്ചു വിൽക്കുന്നുവെന്ന് ആണ് ഈ കണ്ടെത്തൽ. പടിപൂജയുടെ ബുക്കിംഗ് മറ്റൊരാൾക്ക് കൈമാറുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. പകരം പടിപൂജ അനുവദിക്കില്ല എന്ന കാര്യവും കൂടി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പടിപൂജ ബുക്കിംഗിന്റെ വിശ്വാസ്യതയിൽ തന്നെ ഇപ്പോൾ ആശങ്കയുണ്ട് എന്ന നിരീക്ഷണവും കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. പടിപൂജ ബുക്കിംഗ് സംവിധാനം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിമർശനമായി തന്നെ ഉന്നയിക്കുന്നത്. അടുത്ത 1 വർഷത്തെ പടിപൂജയുടെ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശവും കൂടി ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. ഇത് ഒരു സംശയമുനയിലേക്ക് വരാനുള്ള കാരണം പടിപൂജ ബുക്ക് ചെയ്ത 2 പേർ ഈ സമയത്ത് സന്നിഹിതരായിരുന്നില്ല. ഇതോടെയാണ് പടിപൂജ ബുക്കിംഗിൽ തിരിമറിയുണ്ട് എന്ന സംശയം ബലപ്പെട്ടത്. ഇതേ തുടർന്നാണ് 1 വർഷത്തെ പടിപൂജയുടെ വിശദാംശങ്ങളടക്കം തേടുകയും ചെയ്തത്. യഥാർത്ഥ ഭക്തർ മാത്രമാണ് പടിപൂജ ചെയ്തതെന്ന് ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. പടിപൂജയുടെ ഭാഗമായി എല്ലാ പടിയിലും ദീപം തെളിയിക്കും. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇതിലൊരു പടിപൂജ നടത്തുന്നത്. തന്ത്രിയുടെ ആരതിയോടെയാണ് പടിപൂജ അവസാനിക്കുന്നത്. എല്ലാ മാസവും മാസപൂജയുടെ ഭാഗമായി 5 ദിവസമാണ് ഈ പടിപൂജ നടത്തുക. നിലവിൽ 2045 വരെ പടിപൂജയുടെ ബുക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഹരിമോഹൻ കൂടി ചേരുകയാണ്. ഹരി, നമ്മൾ ആടിയ ശിഷ്ടം നെയ്യിലെയൊക്കെ ക്രമക്കേട് കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പടിപൂജ ബുക്കിംഗ് സംബന്ധിച്ച ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങളും വരുന്നത്. ഇതിൽ നിർണായകം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നടത്തുന്ന കണ്ടെത്തലുകൾ. ഇപ്പോൾ 2045 വരെ ബുക്കിംഗ് നടന്നെന്ന് പറയുന്നു. അപ്പോൾ അത്രയും വലിയൊരു ക്രമക്കേടിനുള്ള സാധ്യത ഇതിലുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ സമർപ്പിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം 2045 വരെ ശബരിമലയിൽ ഈ പടിപൂജയ്ക്ക് വേണ്ടിയുള്ള സ്ലോട്ടുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു മാസം 5 പടിപൂജകളാണ് നടക്കുക. ഒരു പടിപൂജയ്ക്ക് 1,37,900 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ ഒരു മാസം നടക്കുന്ന 5 പടിപൂജകളും 7 ലക്ഷത്തോളം രൂപ, 7 ലക്ഷത്തിനടുത്ത് വരും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ പടിപൂജകൾ 2045 വരെ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പടിപൂജകൾ ബുക്ക് ചെയ്തിട്ടുള്ളതിൽ ഭൂരിഭാഗം ആളുകളും അതൊരു ഫേക്ക് അഡ്രസ് അല്ലെങ്കിൽ വ്യാജ അഡ്രസ്സുകളിൽ ബുക്ക് ചെയ്തുകൊണ്ട് അത് മൂന്നാമതൊരാൾക്ക് മറിച്ചു വിൽക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് ബലപ്പെട്ടു വരുന്നത്. ഇപ്പോൾ നിലവിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെയും ദേവസ്വം വിജിലൻസിന്റെയും ഒക്കെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2-3 ആളുകൾ നേരിട്ട് ഹാജരായില്ല, അല്ലെങ്കിൽ നേരിട്ട് പടിപൂജയ്ക്ക് വന്നില്ല, അതുകൊണ്ട് ഇത് ഒരു മൂന്നാമതൊരാൾക്ക് ഇത് മറിച്ചു വിൽക്കുന്നു, നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ കരിഞ്ചന്തയിൽ വിൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ, അതായത് ഒരു മാസത്തിൽ 5 പൂജകളുള്ള ഒരു
സംവിധാനത്തെയാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേടിന് വിധേയമാക്കുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് SP യുടെ നേതൃത്വത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ഓഫീസുകളിൽ നിന്ന് 2045 വരെയുള്ള ബുക്കിംഗ് വിവരങ്ങൾ, മറ്റ് രജിസ്റ്ററുകൾ, ഇതിന്റെ എല്ലാ രേഖകളും നിലവിൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മുദ്രവെച്ച കവറിൽ വരും ദിവസങ്ങളിൽ, അതായത് അടുത്തയാഴ്ചയാണ് വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുക. ആ സമയത്തിനുള്ളിൽ ഇത് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2045 വരെ ബുക്ക് ചെയ്തിട്ടുള്ള ഇതിന്റെ അഡ്രസ്സുകളെല്ലാം, ഈ ആരൊക്കെയാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ പൂർണ്ണ വിവരങ്ങളെല്ലാം തന്നെ ഈ രജിസ്റ്ററുകളിലുണ്ട്. അത് വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസ് അടുത്തതായി ചെയ്യുക. ഇതിൽ ആരൊക്കെയാണ് വ്യാജ രേഖകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ വിലാസങ്ങൾ ഉണ്ടാക്കി. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രമക്കേടുകളൊന്നും അവസാനിക്കുന്നില്ല. വിശ്വാസികൾ പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിനീത, ശബരിമലയിലെ സകലമാന വഴിപാടുകളും പൂജകളും ഇത്തരത്തിൽ ക്രമക്കേടുകൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ ആടിയ ശിഷ്ടം നെയ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായി. ദേവസ്വം ബോർഡിലേക്ക് ചെല്ലേണ്ട പണം ചെന്നില്ല. 21 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് മാത്രം അതിൽ ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. ദേവസ്വം വിജിലൻസ് അതിൽ അന്വേഷണം നടത്തി. പിന്നീട് സംസ്ഥാന വിജിലൻസ് അതിന്റെ അന്വേഷണം ഏറ്റെടുത്തു. ഇപ്പോൾ ഈ പടിപൂജയുടെ കാര്യത്തിലും ദേവസ്വം വിജിലൻസ് അതിൻ്റെതായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കാലത്തെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നോക്കിക്കാണേണ്ടത്. ഇത് കേവലം ഒരു വർഷത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിലോ അല്ല. 2045 വരെ സ്ലോട്ടുകൾ മുഴുവൻ ഫില്ലായി കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയിൽ. അപ്പോൾ അത്തരത്തിൽ വലിയൊരു കാലയളവിലെ പടിപൂജ ബുക്കിങ്ങുകളിൽ ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാവും ശബരിമലയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2045 വരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം വിജിലൻസ് SP നേരിട്ട് ഇത്തരത്തിലുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കണം. ഇനി മുതൽ അങ്ങോട്ട്, അതായത് ഇപ്പോൾ ഈ വർഷത്തെ മുഴുവൻ പടിപൂജ ബുക്കിങ്ങുകളും നേരത്തെ തന്നെ മുൻകൂട്ടി പൊതുജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് കൂടി ദേവസ്വം വിജിലൻസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ദേവസ്വം വിജിലൻസ് നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിനീത. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, ഒപ്പം ഹരിമോഹൻ ഞങ്ങളുടെ ക്രൈം റിപ്പോർട്ടർ കൂടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.